അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ ഇന്നും ശാസ്ത്രലോകത്തെ ഒരു പുതിയ വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നോക്കാം, പരീക്ഷണം ശുക്രനിലേക്ക്. യെസ്, അപ്പോൾ ഇന്ന് ശുക്രനിലേക്കാണ് നമ്മൾ പോകുന്നത്. ശുക്രനാണ് നമ്മുടെ താരം. അപ്പോൾ എന്താണ് ശുക്രനെ കുറിച്ച് പറയാൻ പോകുന്നത് ചോദിച്ചാൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചന്ദ്രനും ചൊവ്വയും ഒക്കെ കടന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ ശുക്രനിലേക്ക് വളരുകയാണ്. ഭൂമിയുടെ ഇരട്ട സഹോദരി എന്ന് വിളിപ്പേരുള്ള ഈ ഗ്രഹത്തിന് തൊട്ടടുത്തെത്തി പഠിക്കാനൊരു പദ്ധതിയാണ് ISROയുടെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ, ചന്ദ്രനിലെ ജലസാന്നിധ്യവും ചൊവ്വയുടെ രഹസ്യങ്ങളും കണ്ടെത്തിയ നേട്ടങ്ങളുടെ പിൻബലത്തിൽ പുതിയൊരു ദൗത്യത്തിനാണ് ഒരുങ്ങുന്നത്. അപ്പം ഏറ്റവും ആധുനികമായ പരീക്ഷണ ഉപകരണങ്ങളുമായി 2 വർഷത്തിനുള്ളിൽ ഒരു പേടകം അയക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. എവിടേക്ക്? ശുക്രനിലേക്ക് ഒരു പേടകം അയക്കാനായി ഒരുങ്ങുകയാണ് ഇന്ത്യ. എന്തിനാണ് ഈ പേടകം അയക്കുന്നത്? എന്താണ് ഈ പേടകത്തിന്റെ പേര് എന്നൊക്കെ ചോദിച്ചാൽ, ശുക്രയാൻ 1 എന്നാണ് ഈ പേടകത്തിന് നിലവിൽ ഇട്ടിരിക്കുന്ന പേര്. ശുക്രയാൻ 1 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ശുക്രന്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പഠിക്കും. അതേപോലെ ഇത് എന്ന് വിക്ഷേപിക്കുമെന്ന് ചോദിച്ചാൽ 2028 വിക്ഷേപിക്കാനാണ് നിലവിൽ ഇന്ത്യയുടെ ആലോചന. 4 വർഷമാണ് ഇതിന്റെ പ്രവർത്തന കാലാവധിയുള്ളത്. ഈ ഗ്രഹത്തെ ചുറ്റി നിരീക്ഷിക്കുന്ന ഓർബിറ്റർ ദൗത്യമാകും ഇത്. ഒരു ഗ്രഹത്തെ ചുറ്റി നിരീക്ഷിക്കുന്ന ഒരു ഓർബിറ്റർ ദൗത്യമാകും ഇത്. LVM-3 റോക്കറ്റാണ് ഇതിന്റെ വിക്ഷേപണ വാഹനം. ശുക്രനിലെ പർവ്വതങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ അന്തരീക്ഷ ഘടന എങ്ങനെയാണ്, അവിടുത്തെ അമ്ലമഴ, അന്തരീക്ഷ ഉപരിപാളിയായ അയണോസ്ഫിയറിൽ സൗരവാതകങ്ങളുടെ പ്രഭാവം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പഠന മേഖലയായി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ ചൊവ്വയെക്കുറിച്ച് ചൊവ്വാ ദൗത്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ ചൊവ്വയെ പോലെ തന്നെ ഭൂമിയുടെ ഒരു അയൽപ്പക്ക ഗ്രഹമാണ് നമ്മൾ ഈ കാണുന്ന ശുക്രൻ. ഇപ്പോൾ ചന്ദ്രയാൻ 1 ദൗത്യ വിജയകാലത്ത് തന്നെ ശുക്രനെ ലക്ഷ്യമാക്കിയുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയതാണ്. 2017 ശുക്ര ദൗത്യത്തിന് ISRO ഒരു പദ്ധതിയും തയ്യാറാക്കി. മംഗൾയാൻ 2 അതല്ലെങ്കിൽ ശുക്രയാൻ 1 എന്നായിരുന്നു ഇതിൻ്റെ പേരിടാൻ ഒരു ആലോചന നടന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ ശുക്രയാൻ ദൗത്യത്തിന് വലിയ പരിഗണന ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പേര് ശുക്രയാൻ എന്നായിട്ട് മാറുന്നത്. ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സാങ്കേതിക സഹായം ഈ ദൗത്യത്തിനുണ്ട്. അതേപോലെ മറ്റൊന്ന്, ഓർബിറ്റർ ബലൂണിൻ്റെ നിർമ്മാണത്തിൽ ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസി CNES ഇവരുടെ സഹകരണവും ഈ ദൗത്യത്തിന് ഉണ്ടായിരിക്കും എന്ന കാര്യം ഇപ്പം ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓർബിറ്ററിൽ നിന്ന് വേർപ്പെടുന്ന ഇൻഫ്ലേറ്റഡ് ബലൂൺ ശുക്രന്റെ ഉപരിതലത്തിന് 55 കിലോമീറ്റർ അടുത്തുവരെ എത്തി ചിത്രങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയക്കും. പിന്നെ ഇതിൻ്റെ 100 കിലോഗ്രാം പരീക്ഷണ ഉപകരണങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. ശുക്രയാൻ 1 100 കിലോഗ്രാം പരീക്ഷണ ഉപകരണങ്ങളാകും ഉണ്ടായിരിക്കുക. ഇനി സൂര്യനിൽ നിന്നുള്ള അകലം നോക്കുകയാണെങ്കിൽ സൗരയൂഥത്തിലെ 2ാമത്തെ ഗ്രഹമാണ് ശുക്രൻ. സൂര്യനിൽ നിന്ന് അകലക്രമത്തിൽ 2ാമതാണ് ശുക്രന്റെ സ്ഥാനം. നമ്മൾ സാധാരണ ഇപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ശുക്രനെ. കാരണം പ്രഭാത നക്ഷത്രം എന്നും അതല്ലെങ്കിൽ സന്ധ്യാ നക്ഷത്രം എന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പം രാത്രി ആകാശത്ത് നോക്കുകയാണെങ്കിൽ കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തു അത് ചന്ദ്രനാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ചന്ദ്രൻ തൊട്ടടുത്ത ഒരു പൊട്ടുപോലെ തിളങ്ങി നിൽക്കുന്ന ഒന്ന്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വിശദീകരിക്കണമല്ലോ, ശുക്രനെ എല്ലാവരും ആകാശത്ത് കണ്ടിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്രയും വ്യാസമുണ്ട്, അത്രയും വലിപ്പവും അത്രയും മാസവും ഉണ്ട് നമ്മൾ ഈ കാണുന്ന ശുക്രന്. ഭൂമിയുടെ കട്ടി കൂടിയ അന്തരീക്ഷമാണ് ശുക്രനുമുള്ളത്. ഇടിമിന്നലും അതേപോലെ വലിയ കൊടുങ്കാറ്റുകളൊക്കെ ശുക്രനെ തുടർച്ചയായി പ്രക്ഷുബ്ധമാക്കുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡാണ് ശുക്രനിൽ മഴയായി, അതായത് ഇതിൻ്റെ അമ്ലമഴയൊക്കെ പരിശോധിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ സൾഫ്യൂരിക് ആസിഡാണ് മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. സൗരയൂഥത്തിലെ ചൂടൻ ഗ്രഹമാണ് ഇത്. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളതിൻ്റെ പല മടങ്ങ് കട്ടുകൂടിയ ഓസോൺ പാളി ശുക്രനുണ്ട്. ഇനി 225 ദിവസങ്ങൾ കൊണ്ടാണ് ശുക്രൻ ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുക. ഒരു ദിവസം സൂര്യനെ പ്രദക്ഷിണം വയ്ക്കാൻ 225 ഭൗമ ദിനങ്ങൾ വേണ്ടിവരും. ശുക്രന്റെ ഒരു ദിവസം 117 ഭൗമ ദിനത്തിന് തുല്യമാണ്. ഉപഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ എന്ന് പറയുന്നത്. 12,104 കിലോമീറ്ററാണ് ശുക്രന്റെ വ്യാസം. ഭൂമിയേക്കാൾ 638 കിലോമീറ്റർ മാത്രം കുറവ്.
സാന്ദ്രതയും ഗ്രഹത്തിൽ നിന്നുള്ള നിഷ്ക്രമ പ്രവേഗവും ഏകദേശം ഭൂമിയുടേതിന് സമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ശുക്രനെ എപ്പോഴും ഭൂമിയുടെ ഒരു ഇരട്ടയായി ഒരു ഓമനപ്പേര് വെച്ച് വിളിക്കുന്നത്. ഭൂമിയുടെ ഇരട്ട സഹോദരിയാണ് ശുക്രൻ എന്ന് സാധാരണ വിളിക്കുന്നതും. അതേകൊണ്ട് ഏറെക്കുറെ ഭൂമിയോട്ട് നല്ല സാമ്യമുള്ള ആളാണ് ഈ ശുക്രനും. പക്ഷേ സാദൃശ്യം ഇവിടം കൊണ്ടങ്ങ് തീരാണ്. ഇനി വ്യത്യാസങ്ങൾ നമ്മൾ പറയാൻ പോവാ. വ്യത്യാസങ്ങൾ പറയുമ്പം അത്യുഷ്ണവും ആസിഡ് മഴയും കൊടുങ്കാറ്റുകളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ ഈ ഗ്രഹത്തെ നരക തുല്യമാക്കി മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ 96.5% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 5 കോടി കിലോമീറ്റർ ആണ് ശുക്രനിലേക്കുള്ള ദൂരം. ചൊവ്വയിലേക്കുള്ള ദൂരത്തേക്കാൾ പക്ഷേ കുറവാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ശുക്രനിലേക്കുള്ള ദൂരം. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് നേരത്തെ ശുക്രദൗത്യം നടത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും റഷ്യ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അത് സോവിയറ്റ് യൂണിയൻ കാലത്ത് തുടങ്ങി തോന്നുന്നു. റഷ്യ, അതേപോലെ തന്നെ അമേരിക്ക, അതേപോലെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഈ രാജ്യങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ ശുക്രദൗത്യം നടത്തിയിട്ടുണ്ട്. ഇതിൽ വെനേര, പയനിയർ, മാരിനർ ദൗത്യങ്ങൾ വളരെ പ്രസിദ്ധവുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രരംഗത്തെ ഒരു വിശേഷം എന്ന് വെച്ചാൽ നമ്മളും ഒരു ശുക്രദൗത്യത്തിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. ആ ശുക്രദൗത്യം എത്രയും വേഗം ഉണ്ടാവുകയും ചെയ്തിപ്പം 2026 27-28 2 വർഷമേ ഉള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മളും ഒരു ശുക്രദൗത്യത്തിലേക്ക് പോവുകയും നമ്മളിപ്പോൾ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെയും ഒപ്പം ഏതൊക്കെയാ രാജ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ റഷ്യ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഇവയ്ക്കൊപ്പം തന്നെ ഇന്ത്യ എന്ന പേരും കൂടി നമ്മൾ എഴുതി ചേർക്കാൻ പോവുകയാണ്.